ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഉഷാറല്ലേ എല്ലാവരും? ഹാപ്പി? ഇനിയിപ്പോൾ എന്താണ്, പിന്നെ റോബർട്ടും ആരാണ്, റോബർട്ടും നിയാസും കൂടി എന്താ സംസാരിച്ചിരിക്കുന്നത്? എന്താണ് നിയാസിനെ പറ്റിച്ച കാര്യമോ? ഒരാൾ കേൾക്കട്ടെ, എന്താണ്? അത് ശരി. നിയാസ് പറയായിരുന്നു, ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അപ്പോൾ വഴി ചോദിക്കുകയായിരുന്നു, ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ്. അപ്പോൾ വഴിയിലൊരാളെന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് നേരെ ഒരു 1/2 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോവുക, ഈ സ്ട്രെയിറ്റ് ആയിട്ട്, പിന്നെ അവിടുന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് പിന്നെ 1/2 കിലോമീറ്റർ പോവുക, പിന്നെ അവിടുന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് പിന്നെയും 1/2 കിലോമീറ്റർ പോവുക, പിന്നത്തെ ഇതിൽ ഒരു റൈറ്റ് ടേൺ കൂടി എടുത്തിട്ട് 1/2 കിലോമീറ്റർ കൂടി പോയാൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത്, നിങ്ങൾ ചോദിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു. നിയാസ് പാവം നടന്നു എന്തുണ്ടായിണ്ടാവുക? എല്ലാം എവിടെ ഉണ്ടാവും, എവിടുന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ എത്തും. ആലോചിച്ച് നോക്കും, നേരെ പോവുക, ഇവിടെ എങ്ങനെ നേരെ പോകണം, ആദ്യത്തെ റൈറ്റ് 1/2 കിലോമീറ്റർ, പിന്നെയും റൈറ്റ് 1/2 കിലോമീറ്റർ, പിന്നെയും റൈറ്റ് 1/2 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തില്ലേ? അതിപ്പോൾ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടത് എവിടേക്കാണ് ചേർന്ന് എത്തും. അല്ല 4 തവണ 3 തവണ റൈറ്റ് ടേൺ കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ എത്തും അല്ലേ? എന്തെങ്കിലും ഒരു അനുഭവ പാഠമാണത്. ആരോടും വഴി ചോദിക്കുമ്പോഴൊക്കെ ആൾ നമ്മളെ കളിപ്പിക്കേണ്ടത് നോക്കണം. തമാശക്കായിരിക്കും. പോട്ടെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് നടക്കാം. ഇന്ന് എന്താ എടുക്കാൻ പോകുന്നത്? നമ്മൾ CBSE മാത്സിൻ്റെ ക്ലാസ് 7-ലെ ചാപ്റ്റർ 4 സിമ്പിൾ ഇക്വേഷൻസ്, പുതിയ ചാപ്റ്ററാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്? സിമ്പിൾ ഇക്വേഷൻസ്. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈക്വൽ സൈഡിൻ്റെ 2 സൈഡിലും ഈക്വലായിട്ട് തന്നെ വരുന്ന വാല്യൂസ് ഇട്ടിട്ടുള്ള ഒരു ഇതിനാണ്. അതായത് ഏതാണ് ഈക്വൽ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഒരു ഈക്വൽ സൈൻ. ഇങ്ങനെ ഇടുന്നതിനാണ് നമ്മൾ ഈക്വൽ എന്ന് പറയാം. ഇതിൻ്റെ ഈ സൈഡിനെ നമ്മൾ LHS എന്ന് പറയും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇക്വേഷൻ്റെ കാര്യം എന്താണ്? ഈ ഈക്വൽ ടു എഴുതുന്നതിൻ്റെ ഈ ഭാഗത്തുള്ള കാര്യവും ഈ ഭാഗത്തുള്ള കാര്യം ഈക്വൽ തന്നെ ആയിരിക്കണം. അപ്പോഴേ ഇക്വേഷൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 6 + 2 = 4. ഇതൊരു ശരിയായിട്ടുള്ള ഇക്വേഷനാണ്. 6-ൻ്റെയും 2-ൻ്റെയും കൂടി 6-ൻ്റെ കൂടെ 2 ചേർത്ത് കഴിഞ്ഞാൽ 4 വരുമോ? ഇല്ല. അപ്പോൾ ഇതൊരു ഇക്വേഷൻ അല്ല. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ ഒരു വെട്ടിടും. 6 + 2 ≠ 4. എന്നാലോ 6 - 2 = 4. ഇത് ശരിയല്ലേ? 6 - 2 = 4. ഇത് ട്രൂ ആണ്. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്, ഇത് ഒരു ഇക്വേഷൻ അല്ല. ആ ഈക്വൽ ടു എന്നുള്ളതിൻ്റെ സൈഡിൽ വരുന്നത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ് ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരി ചെയ്യുന്നത്, അതിനൊരു ഫിക്സഡ് വാല്യൂ ഇല്ല. ഇപ്പോൾ 6x = 18 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൽ വേരിയബിൾ എന്ന് പറയുന്നത് x ആണ്. ഈ എക്സിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇത് 6x = 18 എന്ന് എഴുതിയപ്പോൾ അതൊരു ഇക്വേഷൻ കൂടിയായി മാറി. അപ്പോൾ ഈ ഇക്വേഷന് ആവണമെങ്കിൽ എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ മാത്രമേ പറ്റുള്ളൂ. എന്താണ്? നമുക്കൊന്ന് ആലോചിച്ചാൽ 6-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18? 6 × 3 = 18. അപ്പോൾ ഇവിടെ എക്സിന് 3 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്താൽ എന്തുണ്ടാവും? 6 × 3 = 18. അപ്പോൾ ആ ഇക്വേഷൻ, ഇതിപ്പോൾ നമുക്കിപ്പോൾ 6x = 18 എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ലല്ലോ. എക്സിന് 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 6 × 3 = 18. അതൊരു ട്രൂ ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 6x = 18 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ
ഒരു സൊല്യൂഷനാണ് x = 3 എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ ഇക്വേഷൻ്റെ ഒരു 6x = 18 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് x = 3. എക്സിന് 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ ഈ പറയുന്ന ഇക്വേഷൻ ട്രൂ ആവും. അത്രയും കാര്യം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് സം ഓഫ് 3 times x and 11 ഈസ് 32 എന്ന് പറയണമെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഒരു മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. സം ഓഫ് 3 times x and 11 ഈസ് 32. ഇപ്പോൾ ഇതിലെന്താണ്? സം ഓഫ് 3 times x + 11 = 32 എന്നല്ലേ പറഞ്ഞത്. നമ്മൾ എഴുതി 3x + 11 = 32. പിന്നെ ഈ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഈക്വൽറ്റി സൈൻ ഇല്ലാതെ തന്നെ ഒരു സൈഡ് ഇതൊരു എക്സ്പ്രഷനാണ്. 3x + 11 = 3x + 11 ഇതൊരു എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പോൾ അതുമാതിരി റോബർട്ടിൻ്റെ വയസ്സിൻ്റെ കൂടെ 10 കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വേറെ ആളുടെ വയസ്സ് കിട്ടുന്ന വിചാരിക്കുക. അപ്പോൾ റോബർട്ടിൻ്റെ വയസ്സിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ റോബർട്ടിൻ്റെ വയസ്സ് x എന്ന് വിചാരിക്കുക. റോബർട്ടിൻ്റെ വയസ്സിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുകയാണ്. എക്സ് എന്ന് പറയുന്ന റോബർട്ടിൻ്റെ വയസ്സാണെങ്കിൽ x + 10 / 2 ഈ എഴുതുന്നതിനെ നമ്മൾ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി ഒന്നും ഇതിൽ വരുന്നില്ല. നമ്മുടെ തലയിലുള്ളൊരു കാരണം മാത്തമാറ്റിക്കലി എഴുതുന്നു. അതിനാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അഞ്ജലിയുടെ കയ്യിൽ ഉള്ള പൈസയുടെ 3 ഇരട്ടി നിയാസിൻ്റെ കയ്യിലുണ്ട്. അതെങ്ങനെ എഴുതുക? അഞ്ജലിയുടെ കയ്യിലുള്ള പൈസ x എന്ന് വിചാരിക്കുക. നിയാസിൻ്റെ കയ്യിലുള്ള പൈസ y എന്ന് വിചാരിക്കുക. അപ്പോൾ അഞ്ജലിയുടെ കയ്യിലുള്ള പൈസയുടെ 3 ഇരട്ടി. അപ്പോൾ 3 × x = y. ഇതൊരു ഇക്വേഷനായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. x അഞ്ജലിയുടെ കയ്യിലുള്ള പൈസയാണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി നിയാസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിയാസിൻ്റെ കയ്യിലുള്ളത് y, അഞ്ജലിയുടെ കയ്യിലുള്ളത് x. അപ്പോൾ 3x = y. ഈ വേർഡ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ പറയണം നിയാസിൻ്റെ ഏജിൻ്റെ 3 times എടുത്ത് അതിൽ നിന്ന് 7 മൈനസ് കഴിഞ്ഞാൽ നിയാസിൻ്റെ ഫാദറിൻ്റെ ഏജായി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പറയുകയും ചെയ്യുക. നിയാസിൻ്റെ ഫാദറിൻ്റെ ഏജ് 53 എന്ന് തന്നിട്ടുള്ളത് വിചാരിക്കുക. അപ്പോൾ നിയാസിൻ്റെ ഏജ് കണ്ടെത്തണം. ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ആൻസർ കിട്ടി. അപ്പോൾ നിയാസിൻ്റെ ഏജിൻ്റെ 3 times. അപ്പോൾ നിയാസിൻ്റെ ഏജ് x എന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ നിയാസിൻ്റെ ഏജിൻ്റെ 3 ഇരട്ടി. അപ്പോൾ 3x. അതിൽ നിന്ന് ആ കിട്ടിയതിൽ നിന്ന് 7 മൈനസ് ചെയ്യണം. 7 മൈനസ് ചെയ്യുമ്പോൾ നിയാസിൻ്റെ അച്ഛൻ്റെ ഏജ് y എന്ന് വിചാരിക്കുക. 3x - 7 = y. ഇങ്ങനൊരു ഇത് കിട്ടി. ഇപ്പോൾ ഇതിൽ y എന്നുള്ളത് നമുക്ക് തന്നു. അച്ഛൻ്റെ ഏജ് 53 ആണെന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ 3x - 7 = 53 കിട്ടി. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? നിയാസിൻ്റെ ഏജാണ് നമുക്കറിയേണ്ടത് അല്ലേ. അപ്പോൾ 3x - 7 = 53. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്താ ചെയ്യാം? ഒന്ന് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാം. നമ്മൾ നടത്തിയ, അതായത് നിയാസിൻ്റെ ഏജിൻ്റെ കൂടെ ഏജിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടിയതിൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോഴാണ് നിയാസിൻ്റെ ഫാദറിൻ്റെ ഏജ് 53 കിട്ടിയത്. അപ്പോൾ റിവേഴ്സ് ചെയ്യാം. എന്ത്? നിയാസിൻ്റെ ഫാദറിൻ്റെ ഏജിൻ്റെ കൂടെ 7 ആഡ് ചെയ്തിട്ട്, അപ്പോൾ തിരിച്ചു പോകണ്ടേ നമുക്ക്, 7 ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിയാസിൻ്റെ കിട്ടും.
ഇപ്പോൾ 53 ആണ് നിയാസിൻ്റെ ഫാദറിൻ്റെ ഏജെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക 7. അപ്പോൾ അത് 60 ആയി. ഇനി അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ 20 എക്സിന് 20 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിയാസിൻ്റെ ഏജ് നമുക്ക് 20 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ എക്സിന് 20 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 3 × 20. ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. -7 = 53. ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് ഇനി നോക്കിയാൽ മതി. 3 × 20 60. 60 7 പോയാൽ 53. ഇങ്ങനെയാണ് ഇക്വേഷൻ കൊണ്ട് നമ്മൾ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഇനി അടുത്ത എന്താ വെച്ചാൽ ഇക്വേഷൻസിൻ്റെ പോലെ കുറച്ച് റൂൾസ് ഉണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ട്രൂ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതാം. 4 + 2 = 6 അല്ലേ? ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ കൂടെ ഒരേ രണ്ട് സൈഡിലും, അതായത് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് വരും, രണ്ട് സൈഡിലും ഒരേ നമ്പർ ആഡ് ചെയ്താൽ ഇക്വേഷൻ വ്യത്യാസം വരില്ല. നമുക്ക് നോക്കാം. അപ്പോൾ 10 ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ 4 + 2 + 10. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ 10 ആഡ് ചെയ്തു, റൈറ്റ് ഹാൻഡ് സൈഡിലും 10 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. 4 + 2 6. 6 + 10 16 അല്ലേ? ഇവിടെ 6 + 10 16. വ്യത്യാസമില്ല. ഇനി ഒരേ നമ്പർ മൈനസ് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ 4 + 2 6 അല്ലേ? അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലും മൈനസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? 4 + 2 6 - 1 5 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നു. 6 - 1 5 അതൊരു. അപ്പം ശരി. അപ്പോൾ ഒരു നമ്പർ രണ്ട് സൈഡിലും ഒരേ നമ്പർ ആഡ് ചെയ്താലും ഇക്വേഷന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരേ നമ്പർ മൈനസ് ചെയ്താലും വ്യത്യാസം ഉണ്ടാവില്ല. ഇനി എന്താണ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് നോക്കാം. ഇതിനെ 4 + 2 അല്ലേ? അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. × 2. ഇവിടെ ഇപ്പുറത്തും × 2. 4 + 2 എന്ന് പറയുമ്പോൾ 6 ആയി. 6 × 2 12. 6 × 12. അപ്പോഴും വ്യത്യാസമില്ല അല്ലേ? അപ്പോൾ ഒരേ നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാം. 4 + 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്പോൾ എന്ത് സംഭവിക്കും? 6 / 2 3. 6 / 3 2 3 അല്ലേ? അപ്പോൾ ഇക്വേഷൻ്റെ പ്രത്യേകത ഇതാണ്. റൈറ്റ് ഹാൻഡ് സൈഡിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഒപ്പം ഒരേ നമ്പർ ആഡ് ചെയ്താലും രണ്ടിൻ്റെ ഒപ്പം ഒരേ നമ്പർ സബ്ട്രാക്ട് ചെയ്താലും ഇക്വേഷന് വ്യത്യാസം വരില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഫാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷനെ പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. അപ്പോൾ ലളിതഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാതിരി ഏതെങ്കിലും കൂട്ടുകാരോട് നിങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് ഇത് പറഞ്ഞ് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും വേണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.